ഇറാനിലെ ഏതൊക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇന്ന് ആക്രമണങ്ങൾ ഉണ്ടായത്? ഗൾഫ് മേഖലകളിൽ എവിടെയൊക്കെ ആക്രമണങ്ങൾ നടന്നു? ന്യൂസ് ഡെസ്കിൽ നിന്ന് പ്രജിൻ സി കണ്ണൻ ചേരുന്നു എക്സ്പ്ലെയിനറുമായി. പ്രജിൻ സി കണ്ണൻ, ഇന്നത്തെ ഈ ആക്രമണം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, എവിടെയൊക്കെയാണ് ഈ ആക്രമണം നടന്നത്, ഇറാനിൽ ഏത് പ്രദേശങ്ങളിലൊക്കെ ആക്രമണം നടന്നു എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ പറയൂ. വിദിൽകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാനിൽ നടന്ന ആക്രമണങ്ങൾ മാത്രമല്ല, ഇറാന്റെ തിരിച്ചടി അത് എന്തുകൊണ്ട് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാവുന്നു, അതിന്റെ പ്രത്യേകത എന്താണ്, ഭൂമിശാസ്ത്രപരമായി ഇറാൻ അവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് അത് ഏത് രീതിയിലാണ് ഈ ആക്രമണത്തിനായി ഉപയോഗിക്കുന്നത്, ഇതൊക്കെയാണ് നിലവിൽ ചർച്ചയാകുന്നത്. അല്ല, ആദ്യം നമുക്ക് ഇറാനിൽ എവിടെയൊക്കെയാണ് അതിന്റെ ആക്രമണം ഉണ്ടായത് എന്ന് നമുക്ക് ഈ മാപ്പിൽ നിന്നും വ്യക്തമാണ്. ഇറാനിന്റെ ഈ ഭാഗങ്ങളെല്ലാം തന്നെ, അതായത് ഈ വടക്ക് പടിഞ്ഞാറൻ മേഖല, ഇറാൻ എന്ന രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖല കേന്ദ്രീകരിച്ചാണ് ഈ ആക്രമണങ്ങളെല്ലാം കൂടുതലായും ഉണ്ടായിട്ടുള്ളതെന്ന് കാണാം. കാരണം ഈ ഭാഗത്താണ്, അതിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇസ്രായേൽ സ്ഥിതി ചെയ്യുന്നത്. ഇസ്രായേലിനുള്ള നേരിട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കൂടി തന്നെ ഈ ഭാഗങ്ങളിലേക്കാണ് ഇസ്രായേൽ അറ്റാക്കുകൾ എല്ലാം തന്നെ വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ടെഹ്റാൻ, ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് ടെഹ്റാൻ. അവിടെ ഉണ്ടായി. തൊട്ടടുത്ത് തന്നെയുള്ള ഖ്വാം, കരാജ്, ഖർമാൻഷാ, ഈ 4 പ്രദേശങ്ങളിലാണ് തുടരെ ആക്രമണങ്ങൾ ഉണ്ടായത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയാണ് കൂടുതൽ കാഷ്വാലിറ്റീസ് ആദ്യ മണിക്കൂറിൽ രേഖപ്പെടുത്തിയതും. പിന്നീട് ടെബ്രിസ് ഉണ്ട്. ഇത് ഈ പറയുന്നത് പോലെ വടക്കൻ മേഖലയാണ് ഇറാന്റെ. അവിടെ ഒരു ആക്രമണം ഉണ്ടായി. ഇനി ഏറ്റവും രൂക്ഷമായ ആക്രമണവും അത് നമ്മൾ പ്രതീക്ഷിക്കാതെയുള്ള ഒരു ആക്രമണം ഉണ്ടായത് അതിന്റെ ഈ ഭാഗത്താണ്, അതായത് അതിന്റെ തെക്ക് ഭാഗത്ത്. ഈ ഭാഗത്ത് മാത്രമാണ് ഇറാന്റെ ഒരു ഒറ്റപ്പെട്ട അറ്റാക്ക് എന്ന് പറയാം. മിനാബിലാണ്. അവിടെയാണ് ഒരു പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ആക്രമണം ഉണ്ടായത്. അവിടെ 5 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന ഒരു വാർത്ത 2 മണിക്കൂർ മുൻപാണ് പുറത്തുവിട്ടത്. മിനാബ്, അതുപോലെ തന്നെ ഇസ്ഫഹാൻ, ഏതാണ്ട് മധ്യ ഇറാന്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് ഇസ്ഫഹാൻ. ഈ ഇത്രയും ഇടങ്ങളിലാണ് ഇറാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അറ്റാക്ക് ഇസ്രായേൽ നടത്തിയത്. നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. അതായത് ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇത് ഇറാന്റെ ഈ വടക്ക് പടിഞ്ഞാറൻ മേഖലയാണ്. ഈ മധ്യഭാഗത്തോ അതിനപ്പുറത്തുള്ള ഈ തെക്ക് വടക്ക് കിഴക്കൻ മേഖലയിൽ ഒന്നും തന്നെ ആക്രമണം വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇനി തിരികെ ഇറാന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും അതെന്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു സവിശേഷത എന്താണെന്ന് ഈ മാപ്പിൽ നിന്ന് വളരെ വ്യക്തമാണ്. നമുക്ക് നോക്കാം. ഇറാൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. തൊട്ടിപ്പുറത്ത് തന്നെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഉണ്ട് എന്ന് കാണാം. ഇറാനെയും ഈ ഗൾഫ് രാജ്യങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ കടലിടുക്ക്, ഇത് ഗൾഫ് സ്ട്രീമാണ്. അതിന്റെ ഭാഗമായ ഈ ഹോർമുസ് കടലിടുക്ക് തന്ത്രപ്രധാനമായ ഒരു കടലിടുക്കാണ്. ഗൾഫുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ വ്യാപാര സഞ്ചാരങ്ങളും നടക്കുന്ന ഒരു കടലിടുക്കാണിത്. അതിന്റെ നിയന്ത്രണം ഇറാന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു അപ്പർ ഹാൻഡ് ഇറാന് ലഭിക്കുകയും ചെയ്യും. അപ്പൊ ഭൂമിശാസ്ത്രപരമായ ഇറാന്റെ ഈ ഒരു പ്രത്യേകത ഈ ആക്രമണത്തിൽ ഇറാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഈ രാജ്യങ്ങളെല്ലാം തന്നെ, അതായത് ഗൾഫ് രാജ്യങ്ങളായ ഒമാൻ, UAE, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ, ജോർദാൻ, ഇറാഖ്, പിന്നീട് ഇപ്പൊ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ ആയി, ഇത്രയും രാജ്യങ്ങളിലെല്ലാം തന്നെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൗദി ഒഴികെ ബാക്കി എല്ലായിടങ്ങളിലും രൂക്ഷമായ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾ ആക്രമിക്കുന്നു, അതിൽ മറ്റെന്തെങ്കിലും തന്ത്രം കൂടി ഉണ്ടോ എന്ന സ്വാഭാവികമായ ചോദ്യമാണ്. കാരണം ഇറാനെ ആക്രമിക്കുന്നത് ഇസ്രായേലാണ്, വളരെ അകലെയുള്ള ഇസ്രായേലാണ്. ഇവിടെ ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് പറന്നു വന്ന് നേരിട്ടൊരു അറ്റാക്ക് നടത്താൻ ഇറാന് നിലവിൽ സ്ഥിതിയില്ല. പക്ഷേ എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ, ഇതിന്റെ ഭാഗമാകാത്ത ഈ രാജ്യങ്ങളെ എന്തുകൊണ്ട് ഇറാൻ ഉപയോഗിക്കുന്നു എന്ന സുപ്രധാനമായ ചോദ്യമാണ്. അതിനായി നമുക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്. അതിൽ ഓരോന്നിലേക്ക് നമുക്ക് വരാം. അതായത് ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയ്ക്ക് അവരുടെ സൈനിക കേന്ദ്രങ്ങളുണ്ട്, വലിയ ശേഷിയുള്ള സൈനിക കേന്ദ്രങ്ങളുണ്ട്, അല്ലെങ്കിൽ വ്യോമ കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളെ അറ്റാക്ക് ചെയ്യുക, അതിനെ ടാർഗറ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യമാണ് ഇറാനുള്ളത്. നമുക്ക് ഓരോ രാജ്യമായി എടുക്കാം. ബഹ്റൈൻ, ഏറ്റവും ആദ്യം ബഹ്റൈനിലുണ്ടായത് ഒരു രൂക്ഷമായ ആക്രമണമാണ് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നത്. എന്തുകൊണ്ട് ബഹ്റൈൻ? അവിടെയാണ് അമേരിക്കൻ നാവികസേനയുടെ 5th ഫ്ലീറ്റിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബഹ്റൈനിലെ ഈ ഒരു ടാർഗറ്റ് ആക്രമിക്കുക വഴി അമേരിക്കയെ പ്രകോപിപ്പിക്കാം. സ്വാഭാവികമായിട്ടും ബഹ്റൈൻ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യും എന്നൊക്കെയുള്ള ഒരു തന്ത്രം അത് ഇറാന്റെ ഭാഗത്തുണ്ട് എന്ന് മനസ്സിലാക്കാം. 2, ഖത്തറിൽ രൂക്ഷമായ ആക്രമണം, ദോഹയിൽ തുടരെ ആക്രമണങ്ങൾ ഉണ്ടായെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നതാണ്. ഖത്തർ ഭരണകൂടം അത് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. ഗവൺമെന്റിന്റെ സ്ഥിരീകരണത്തിന് ശേഷവും അവിടെ അറ്റാക്കുകൾ നടന്നു. പല മിസൈലുകളെയും അവിടെ
തകർക്കാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് അവിടെ അറ്റാക്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഖത്തറിനെ ടാർഗറ്റ് ചെയ്യുന്നു? അതിന് ഉത്തരം ഇത് പറയും. ഖത്തറിലാണ് അൽ ഉദൈദ് എയർബേസ് എന്ന അമേരിക്കയുടെ വലിയ സേനാത്താവളമുള്ളത്. അവിടെ അറ്റാക്ക് ചെയ്യാൻ സ്വാഭാവികമായിട്ടും ഇറാൻ അതുകൊണ്ട് മുതിർന്നു. നെക്സ്റ്റ് കുവൈറ്റ് ആണ്. കുവൈറ്റിൽ എന്തുകൊണ്ട് ഈ ആക്രമണം നടത്തുന്നത്? ഇതെല്ലാം ഇറാനുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ്. കുവൈറ്റ് ആയിരുന്നു അടുത്ത ടാർഗറ്റ്. അവിടെയും അറ്റാക്ക് നടത്തി. കാരണം അവിടെ അരിഫ്ജാൻ ക്യാമ്പ്, അമേരിക്കൻ ക്യാമ്പാണ്, അമേരിക്കൻ സൈനിക ക്യാമ്പാണ്. അതിനെയും ഇറാൻ ആക്രമിക്കുന്നു. അതാണ് ലക്ഷ്യമിടുന്നത്. അടുത്ത രാജ്യം യു എ എന്തുകൊണ്ട് ഇറാൻ ലക്ഷ്യമിടുന്നു? അതിനും ഉത്തരവുണ്ട്. യു എയിലെ അൽ ദഫ്ര എയർബേസ് അമേരിക്കൻ എയർബേസ് ആണ്. അവിടെയും വലിയ ശേഷിയുള്ള സൈനികോപകരണങ്ങളും സൈനികരും ഉണ്ട് അമേരിക്കയുടെ. സ്വാഭാവികമായിട്ടും യു എയും അതുകൊണ്ട് തന്നെ ഇറാൻ ലക്ഷ്യമിടുന്നു. ഇനി അടുത്ത രാജ്യം ഇറാഖിൽ അറ്റാക്ക് ഉണ്ടായി. അവിടെ കാഷ്വാലിറ്റീസ് അടക്കം നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. 2 സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഇറാഖിൽ ഉണ്ടാവുകയും ചെയ്തതാണ്. എന്തുകൊണ്ട്? അവിടെ ഐൻ അൽ അസദ് എന്ന് പറയുന്ന US-ന്റെ മറ്റൊരു ബേസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇറാഖിനെയും ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നു. നിലവിൽ സൗദി അറേബ്യ പ്രിൻസ് സുൽത്താൻ എയർബേസ് സൗദി അറേബ്യയിലുണ്ട്. ഇതുവരെയായിട്ടും സൗദി അറേബ്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ വലിയ അറ്റാക്ക് നടന്നില്ല. എന്നാലും റിയാദിലടക്കം സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന വാർത്ത അല്പസമയം മുൻപാണ് പുറത്തു വന്നത്. മറ്റൊന്ന് ജോർദനാണ്. ജോർദൻ ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ്. ഇറാനിൽ നിന്നും കുറച്ച് അകലെയാണ്. എങ്കിൽ കൂടി ജോർദനിലും ആക്രമണം ഉണ്ടായി. അവിടെ മുവാഹക് അൽ സാറ്റി എന്ന് പറയുന്ന അമേരിക്കയുടെ മറ്റൊരു സൈനിക കേന്ദ്രം കൂടിയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇറാന്റെ ഒരു തന്ത്രം, അല്ലെങ്കിൽ ഒരേ സമയത്ത് ആക്രമണത്തിനും പ്രതിരോധത്തിനുമായി ഈ തന്ത്രം ഇറാൻ പയറ്റുന്നു. ഭൂമിശാസ്ത്രപരമായി പ്രത്യേകതകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുക വഴി അതാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറയെങ്കിലും ഈ രാജ്യങ്ങളെയെല്ലാം ഈ യുദ്ധത്തിന്റെ ഭാഗമാക്കാൻ ഇറാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഒരു നെഗോഷിയേഷൻ ചാനൽ അവിടെ തുറന്നു വരും. അതുവഴി പുതിയ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നവരുണ്ട്. പക്ഷേ അമേരിക്ക ഇതുവരെയുമായിട്ടും ഒരു കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുമായി വളരെ അടുത്ത സൗഹൃദം പങ്കിടുന്ന രാജ്യങ്ങളാണ്. എന്നിട്ടും അമേരിക്ക ഇതുവരെയും ഒരു കാര്യവും ഉരിയാടിയിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. വരും മണിക്കൂറുകളിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ അഭിസംബോധന പ്രസംഗമോ പ്രതീക്ഷിക്കുന്നുണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ. അതിലെന്തായിരിക്കും ട്രംപ് പറയുക എന്നത് നിർണായകമാണ് ഈ യുദ്ധത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ. എന്തായാലും നിലവിലെ സാധ്യത അനുസരിച്ച് ഇറാൻ ഈ രാജ്യങ്ങളെ തന്നെ കേന്ദ്രീകരിച്ച് അറ്റാക്കുകൾ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ഇത്രമാത്രം പ്രത്യേകതകളുണ്ട്. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.